ഇനി പറഞ്ഞ നേരാ മോളെ. ഓട്ടോക്കാർ കാശ് കൊയ്യണ കാലമാണ്. നോക്കിയാൽ കാണുന്ന ദൂരത്ത് പോയാൽ പോലും ഉറപ്പിക 100-150 എണ്ണി വാങ്ങുന്നേ. എനക്കൊന്നും തിരിയുന്നില്ല. ഓട്ടോ ഓടിച്ച് എത്ര പേരെ കുശാലായിട്ട് ജീവിക്കണം. സജീവൻ ഓട്ടോ ഓടിക്കാൻ മടിയാ. അച്ഛന് മോളെ സഹായിക്കണമെന്നുണ്ട്. പക്ഷേങ്കിൽ എൻ്റെ സ്ഥിതി എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാമല്ലോ. എങ്ങനെയാണ് ഞാൻ എൻ്റെ രാജിയിലേക്ക് കല്യാണം കഴിപ്പിച്ചതെന്നും ഈ കുടുംബം പോറ്റുന്നതെന്നും എനക്കും ദൈവത്തിന് മാത്രം അറിയാം. മംഗലം കഴിഞ്ഞ പെൺകുട്ടി വീട്ടിൽ നിന്നാൽ നാട്ടുകാരെന്തേലും പറയും. ഞാൻ ഇന്നെ പോവച്ചാ. ആടെ പോയിട്ട് എന്തെങ്കിലും ജോലി നോക്കും. ശരി മേരി ടീച്ചർ, ബൈ. ബൈ. നാളെ ഞാൻ വരില്ല മേരി ടീച്ചറെ, ലീവാ. കോടതി പോകണം. ഞങ്ങളുടെ ഡിവോഴ്സിൻ്റെ കേസില്ലേ, അതിൻ്റെ കാര്യത്തിന്. ഓ, അപ്പം നാളെ പോളും വരുമോ? ആ, വരുന്നുണ്ടോ ആർക്കറിയാം. എത്ര കാലം ഈ കോടതി കയറി ഇറങ്ങുന്നു. എങ്ങനെയെങ്കിലും ഇതൊന്ന് തീർത്തൂടെ? തീരുമ്പോൾ തീരട്ടെ. ഞാൻ എന്തായാലും തോറ്റു കൊടുക്കാൻ പോകുന്നില്ല. ടീച്ചർക്ക് അറിയാലോ, എത്ര കാലം ഇങ്ങനെ കണ്ടില്ലെന്നും കേട്ടില്ലെന്ന് അടിക്കുന്നത്. അടുത്തു മോളെ കരുതി ഞാൻ ഇത്രയും കാലം എല്ലാം ക്ഷമിച്ചത്. ഇനി എനിക്ക് വയ്യ ടീച്ചറെ. നമ്മൾ പെണ്ണുങ്ങളായി പോയില്ലേ? ഞാൻ എൻ്റെ പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് നോക്കി. എന്തിനും ഇതിനും മെക്കിട്ട് തരാനുള്ളതല്ല പെണ്ണുങ്ങൾ. ആ ശരി ടീച്ചർ. ശരി. എന്താ രാധികേ? ടീച്ചർ ഒന്ന് കാണണം, അത്യാവശ്യം. എന്താ ഇത്ര അത്യാവശ്യം? നാളെ ഞാൻ ലീവാ. നാളെ വൈകുന്നേരം വീട്ടിലേക്ക് വാ, ഒരു 5 മണിക്ക്. ആ ശരി. പോളും ഞാനും കുറേ കാലം പ്രേമിച്ച് കിടന്നതാ. പിന്നീടാ കല്യാണം കഴിച്ചത്. അധികം താമസിയാതെ മനസ്സിലായി, പ്രേമം പോലെ അല്ല ജീവിതം എന്ന്. നമ്മൾ പെണ്ണുങ്ങൾക്ക് നമ്മുടേതായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള അവകാശമുണ്ട്. തോറ്റു കൊടുക്കരുത്. ഇക്കാലത്തെ പെൺകുട്ടികൾക്ക് ഒരു വരുമാനമുള്ളത് നല്ലതാണ്. ഞാൻ BA പാസ്സായിട്ടുണ്ട് ടീച്ചർ. BA MA പാസ്സായ പെൺകുട്ടികൾ ഈടെല്ലാം പണിയെടുക്കുന്നത് സ്വർണ്ണക്കടയിലും തുണിക്കടയിലും ഒക്കെയാണ്. രാവിലെ മുതൽ രാത്രി വരെ പണി, എന്നിട്ട് മാസം കിട്ടുന്നതോ? എന്ത് പണിയെടുക്കാനും ഞാൻ തയ്യാറാണ് ടീച്ചർ. ശരിയാ, പക്ഷെങ്കിൽ എളുപ്പമല്ല എൻ്റെ കാര്യം. നമുക്ക് ശ്രമിക്കാം. ശരി ടീച്ചർ. രാധികെ, ഈ നിരീച്ച സജീവം മാറും. സജീവ, അതെ, നമ്മൾ നിരീച്ചാൽ എല്ലാം നേരെയാവും. നമുക്ക് കുറേശ്ശായി കടങ്ങളൊക്കെ വീട്ടാം. അതിനൊരു വഴി ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ട്രെയിനുകൾ കൂടുതൽ ഓടുന്നത് രാവിലെയാണ്. ഞാൻ പറയുന്ന കേക്ക്. പുലർച്ചെ 5 മണിക്ക് തെക്കുന്ന് മാവേലി വരും. 5:45 മലബാർ, അതിനിടയിൽ ആലപ്പി, പിന്നെ പരശു. അത് കഴിഞ്ഞിട്ടും കുറേ ട്രെയിനുകളുണ്ട്. നല്ല ദൂരത്തേക്ക് ഓട്ടവും കിട്ടും. പന്തക്കല്ലിലേക്കോ ഫ്രഞ്ച് പെട്ടിപ്പാലത്തിലേക്കോ രാവിലത്തിനൊരു ഓട്ടം കിട്ടിയിട്ടുണ്ടെങ്കിൽ 10-300 ഉറുപ്പ്യ കയ്യിൽ വരുന്നത്. അതുകൊണ്ട് നാളെ രാവിലെ തൊട്ടിട്ട് 4:30 കുളിച്ച് റെഡിയായി ഓട്ടോ എടുത്ത് റെയിൽവേ സ്റ്റേഷനിൽ പോകണം. കേട്ടാ? 4:30? അതെ, 4:30. പല്ല് തേച്ച് കുളിച്ച് കട്ടൻ കാപ്പി കുടിച്ച് റെയിൽവേ സ്റ്റേഷനിൽ പോകണം. 8:30 മാംഗ്ലൂർ എക്സ്പ്രസ് പോയാൽ മാത്രം തിരിച്ചു വന്നാൽ മതി. ഞാൻ അലാറം വയ്ക്കാം. ഓട്ടം പോലില്ല. എണീക്ക് സജീവ, എണീക്ക്. എണീക്ക് സജീവ, ഞാൻ പോയി കട്ടൻ കാപ്പി ഇട്ട് വരാം. ഇപ്പൊ കിടന്നല്ലേ ഉള്ളൂ. ഇപ്പളാ 4 മണിയായി. എണീക്ക്.
എണീച്ചേ. റെഡി. ഒരു ഉളുപ്പില്ലാണ്ട് അടിച്ചോണ്ടിരിക്കും. സജീവ, എന്നെ ഒന്ന് തീവണ്ടി ഓഫീസിൽ ഇറക്കോ? കോഴിക്കോട് പാസഞ്ചർ ഇപ്പൊ വരും. അയ്യോ, എന്റെ ബാഗ് എടുത്തില്ല. ഇല്ല അറിയല്ലേ, പെട്ടെന്ന് പോവാ. ഓ, കരയില്ലേ. ഓ സജീവ, ഒന്ന് വേഗം വിടോ, ട്രെയിൻ ഇപ്പൊ എത്തും. അയ്യോ, ടിക്കറ്റ് എടുത്തില്ല. വണ്ടി ഇപ്പൊ വരൂ. ഒന്ന് കുഞ്ഞിനെ പിടിക്കോ, ഞാൻ ഓടിപ്പോയി ടിക്കറ്റ് എടുക്കാം. ആ ബാഗും കൂടെ എടുത്തോ. അതെ, ചില്ലറയില്ല. നിന്നെ ഞാൻ പിന്നെ കാണുമ്പോ തരാം പൈസ. പോട്ടെ, കരയോണ്ടിരിക്കും മോളെ. ഇനി ഉറങ്ങിയില്ലായിരുന്ന? നീ എന്ത് സുന്ദരിയാ. എന്നോട് ദേഷ്യ? എന്നെ മംഗലം കഴിച്ചത് തെറ്റായിപ്പോയി എന്ന് എനക്ക് തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ട്. ചോദിക്കണ്ടായിരുന്നു. പിന്നെ ഞാൻ പേടിച്ചു പോയി 4 ദിവസം വൈകിയപ്പോ. ഇന്നതായി, ആശ്വാസായി. കൊള്ളൻ പണി പറ്റിച്ചെന്നാ കരുതിയ. അതിന് നമുക്ക് മറ്റേതുണ്ടായിരുന്നല്ല. അതൊന്നും വിശ്വസിക്കാൻ പറ്റൂല. അതിലുണ്ട് ഡ്യൂപ്ലിക്കേറ്റ് എല്ലാം. അതെ, പുറത്തു പോയി വരുമ്പോ എനിക്കൊരു പാക്കറ്റ് പാഡും അടിച്ചോണ്ടായിരുന്നു. പാഡാ? അതെ, പാഡ്. ഞാനാ? ഇതെല്ലാം ഭർത്താക്കന്മാര് പണിയാ. വേഗം എണിച്ച് കുളിച്ച് റെഡിയായി പോവാൻ നോക്ക്. എന്റെ സജീവൻ ഇത് എന്ത് ചെയ്യാ? ഓനെ കൊണ്ട് ഞാൻ തോറ്റല്ലോ. എൽസി മോൾ ഇന്ന് ലേറ്റ് ആവും. സജീവൻ ഇത് എപ്പോ എത്തും ടീച്ചർ? കുളിച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുക. ഓൻ ഇനിയും കുളിച്ചില്ലേ? രാധിക, എന്റെ ക്ഷമയ്ക്കൊരു അതിരുണ്ട്. 1-2 ദിവസമാണെങ്കിൽ കുഴപ്പമില്ല. ടീച്ചർ ഒരിക്കൽ കൂടെ ക്ഷമിക്കണം. ഇനി ഇത് ആവർത്തിക്കൂല. മറ്റു കുട്ടികളുടെ അമ്മമാരും പറയുന്നുണ്ട് വേറെ ഓട്ടോ നോക്കാൻ. ഇനി ഒരിക്കലും സജീവൻ ലേറ്റ് ആവില്ല ടീച്ചർ. ഞാൻ നോക്കിക്കോളാം.
ഗുഡ് മോർണിംഗ്. ഇങ്ങനെ നിന്നാ മതിയാ, സ്കൂളിൽ പോണ്ടേ? വാ, കേറ്. ശരിയാ. ആ കേട്ടോ. വാ 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 വാ. ഇറങ്ങ ഇറങ്ങ ഇറങ്ങ. നോക്കിട്ട് ആ ബൈ. വാ എല്ലാരും വാ. ഓക്കെ ബൈ ബൈ. സജീവ, സജീവ, ഇങ്ങോട്ട് വാ. എനക്കെന്നോട് 2 വർത്താനം പറയാനുണ്ട്. എവിടെയാണല്ലോ നീ? ഏയ്, നിങ്ങൾ ആരാ? എന്താ വേണ്ട? ഞാനാരാന്നാ? നീ ആടുന്നപ്പം കിഞ്ഞ് വന്നിന്. എന്നെ അറിയാത്ത ഒരാൾ ഈ മാഹിയിലില്ല. ഞാനറിയാണ്ട് വീട് ഒരു മംഗലവും നടക്കൂല. പൊന്ന് മേടിക്കണമെങ്കിലും വീട് പണിയണമെങ്കിലും ഓട്ടോറിക്ഷ മേടിക്കണമെങ്കിലും എൻ്റെ പൈസ തന്നെ വേണം. നിങ്ങൾ ആരാന്ന് പറ മൂപ്പരെ. കിട്ടേ, ബ്ലേഡ് കിട്ടേ. ഇനി പിന്നെ വന്നോ? അമ്മ, ഈ ബോറിന് ആരാ? ഇയാളോട് ഇറങ്ങി പോകാൻ പറഞ്ഞേ. അങ്ങനെ അത്ര പെട്ടെന്ന് ഇറങ്ങി പോകാൻ വന്നല്ല മോളെ ഞാൻ. വായിലൊരു മോൻ നാക്കുള്ള ഈ പെണ്ണേതാണ്? അവള് സജീവന്റെ പെണ്ണ, ചൊക്കിളിയിലെ കുമാരവൈശ്യരുടെ മോള. ഏത് വൈശ്യര മോളായാലും ശരി, ഇവളെ ഇപ്പോഴേ നിലക്കിർത്താൻ പറഞ്ഞോങ്ങള്. ഇല്ലെങ്കിൽ നിങ്ങൾ അമ്മേൻ്റെ മോൻ്റെ തലയിൽ കയറി നിരങ്ങുവള്. വിളഞ്ഞ വിത്താ. അമ്മ, ഇയാളോട് ഇറങ്ങി പോകാൻ പറഞ്ഞേ. ഡാ സജീവ, നീ ഏടാടാ? ഇറങ്ങി വന്നാ? ഓനിടെ ഇല്ല. ഒരാഴ്ചയായി ഞാൻ ഓനെയും തപ്പി നടക്കുന്നു. ഓൻ എന്നെ കാണാണ്ട് ഒളിച്ച് നടക്കുക. ഒളിച്ചു നടക്കാൻ ഓനെന്താ കള്ളനാ? നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഓൻ കള്ളനാ. എൻ്റെ അടുത്ത് 25,000 റുപ്യ വാങ്ങിയിട്ട് 3 മാസമായി. ഇപ്പം മുതലുമില്ല, പലിശയില്ല. പലിശയെങ്കിലും തരണ്ടേ? അതുമില്ല. കേട്ടിനാ? ഒരു തരാനുള്ള പൈസ ഞാൻ തരാം. നിങ്ങളിപ്പോൾ പോ. ഒരാഴ്ച കൊണ്ട് എൻ്റെ മുതലും പലിശയും കിട്ടിയില്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറ്റം കേട്ടാ. ആ ഇനി നിങ്ങളെ ആരെയും അനുസരിക്കേണ്ട ബാധ്യത എനിക്കില്ല. മോളെവിടെ? ഇനി എന്താ ഈടക്കുന്നു? എന്ത് പറ്റി? ഇനി എന്താ കരയുന്നു? ചിരിക്കണോ ഞാൻ പിന്നെ? ഇന്നത്തിരക്ക് ഇവിടെ ആരെങ്കിലും വന്നിനോ? നിങ്ങൾ ബ്ലേഡ് കിട്ടുന്ന അടുത്ത് പൈസ വാങ്ങിയ എന്തിനാ? എന്തിനാന്ന്? മംഗലം കഴിക്കാൻ. പൈസ ഉണ്ടാക്കിയിട്ട് മംഗലം കഴിക്കാൻ പറ്റൂലേനോ? സ്ത്രീധനം വാങ്ങാത്തവരൊക്കെ കടം വാങ്ങിച്ചിട്ട് തന്നെ മംഗലം കഴിക്കലും. അല്ലെങ്കിൽ തന്നെ ഈ സമയത്ത് ആരുടെ കയ്യിലെ കാശുള്ളത്? വേറെ ആരെല്ലാം അടുത്ത് നിങ്ങൾ പൈസ വാങ്ങിയിട്ടുണ്ട്? വേറെ ആരെല്ലാം അടുത്ത് നിങ്ങൾ പൈസ വാങ്ങിയിട്ടുണ്ടെന്ന്? ബാങ്കിൽ ആധാരം പണയം വെച്ചിട്ടാ.
പിന്നെ അമ്മാവൻ്റെ ഏതമ്മാവൻ? വാസമ്മ ഫ്രഞ്ച്. ഏട്ടൻ്റെ കയ്യിൽ ഞങ്ങൾ കടം മേടിക്കാറുണ്ട്. പക്ഷെ ഓറ് പലിശ വാങ്ങില്ല. എങ്ങനെ വാങ്ങാനാ? ഓറ എൻ്റെ ആങ്ങളയല്ലേ. പിന്നെ ഓറ കൈ പൂത്ത പണ. ഫ്രഞ്ച് ക്യാഷ്. ഇത് പൊന്നോ മുക്കോ? പൊന്ന, 10 മാറ്റുള്ള പൊന്ന, 5 പവന അല്ലേടാ? ഇത് വിറ്റോ പണയം വെച്ചോ നിങ്ങൾ കടം വീട്ടണം. ഇത് മുക്കുണ്ട. മോളെ, ഓൻ മോന്തിക്ക് ഓട്ടോ ഓടി കടം വീട്ടിക്കോളൂ അല്ലേടാ? ഓള് സമാധാനമായിട്ടിരിക്കെ. മണപ്പര മുത്തപ്പൻ ഒരു വഴി കാണിച്ചു തരും. തുടരുത് നിങ്ങൾ തന്നെ. കടം മുഴുവൻ വീട്ടിട്ട് 5 പവന്റെ താലിമാല എന്റെ കഴുത്ത് കെട്ടിട്ട് തൊട്ടാ മതി. നീ നാളെ ഞാൻ എന്റെ വീട്ടിൽ പോവും. ജാതിക ഇനി ഈടെ ആണായിട്ട് ഞാനുണ്ട്. പിന്നെ ഈ എന്തിനാ ഓട്ടോ ഓടിക്കാൻ പോകുന്നു? നാട്ടുകാർ ഓരോന്ന് പറഞ്ഞു തുടങ്ങി. എനക്കതൊന്നും കേൾക്കാൻ പറ്റൂല. ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടെന്നറിയോ ഓട്ടോ മേടിച്ച്? അതെനക്കറിയൂല. കഷ്ടപ്പെട്ട് ഓട്ടോ മേടിച്ചാൽ മാത്രം പോരാ, ഓടിച്ച് 4 പൈസ ഉണ്ടാക്കണം. ദിവ്യമോൾ എൻ്റെ സ്വന്താ, ഞാനത് ആർക്കും കൊടുക്കൂല. ആരും അത് മോഹിക്കാൻ വേണ്ട, എനക്ക് തന്നെ ഓടിക്കണം. വെറുതെ വേണ്ടപ്പാ, വാടക തരാം. എനക്കെൻ്റെ ഓട്ടോ വേണം. തരാൻ മനസ്സില്ല. നിങ്ങൾ പോയിട്ട് കേസ് കൊടുക്കും. അല്ലെങ്കിലും പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ട് നല്ല ശീലല്ലേ. ഇത് എല്ലാം ഭാര്യ വരെ ചുട്ടിച്ചു. ഇനി താക്കോലിങ്ങടുത്ത് ഇനി കളിക്കാതെ താക്കോലിങ്ങെടുക്കാൻ തരില്ല. രാധിക വെറുതെ തൊള്ള ഓർക്കണ്ട. ഈ നാടകിനി അമ്മേനെ കെപ്പിക്കണം. ഓട്ടെ ഒന്നുമില്ലമ്മ. കഥ കിടച്ചേര്.
അമ്മ ഇച്ചിരി ഉപ്പുവെള്ളം എടുക്കോ? അമ്മ ഇതുവരെ ഓടി പൈസ അത് ഇനി തന്നെ വെച്ചേരും മോളെ. നിങ്ങൾ വെക്ക്, നമുക്ക് കുറേശ്ശെ കടങ്ങളൊക്കെ തീർക്കാം. ആ ഉച്ചയ്ക്ക് തന്നെ കഴിക്കണം, വിശന്നിരിക്കരുത്. ഇല്ല പോട്ടെ. ഇനി എൻ്റെ ദിവ്യമോളെ കൊണ്ട് എവിടെയും പോണ്ട, താഴെ ഇറങ്ങും. മാറിയിക്ക് സജീവ, എനിക്ക് കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോകാൻ സമയമായി. കുട്ടികളെ ഇന്നലെ വരെ ഞാനല്ല കൊണ്ടുപോയത്, എനക്കറിയാൻ കൊണ്ടുപോവാ. ഇറങ്ങിക്കോ. ഓരമ്മമാർ പറഞ്ഞു ഞാൻ കൊണ്ടുപോയാൽ മതിയെന്ന്. ഈ ടീച്ചറുമായിട്ടുള്ള ബന്ധം എനക്കറിയേ കേട്ടാ. ടീച്ചറല്ലേ എനിക്ക് ലൈസൻസ് എല്ലാം ശരിയാക്കി തന്ന്. നിങ്ങളെ കൂട്ടി ഞാൻ കാണുന്നുണ്ടേ, എന്നെ പൊട്ടനാക്കല്ലേ. മാറി സജീവ. ഞാൻ മാറൂല. നിങ്ങൾ ഒരു ദിവസമെങ്കിലും കുട്ടികളെ സമയത്ത് സ്കൂളിൽ കൊണ്ടാക്കിയിട്ടുണ്ടോ? എല്ലാ ദിവസവും ലേറ്റ് ആയി ചെന്നതിന് എൽസി മോൾ എത്ര ദിവസം പുറത്ത് നിന്നിട്ടില്ലെന്ന് അറിയോ? അതല്ല നിങ്ങൾക്ക് എങ്ങനെ അറിയുന്നത്? ഓള് കരഞ്ഞിട്ടാ വീട്ടിൽ പോലെ. ഈ എന്ത് പറഞ്ഞാലും ഞാൻ മാറൂല. മാറി സജീവ. മാറൂലടി. അനക്ക് അങ്ങനെ പോകണമെങ്കിൽ എൻ്റെ ദേഹത്തൂടെ വണ്ടി കയറ്റി കയർക്ക്. കാണുന്നു ഇറക്ക് ഇറക്ക്. ഓട്ടോ ആൻറ്റി എത്തിയോ? എൽസി ദേ ഓട്ടോ ആൻറ്റി വന്നു. രാധിക നേരത്തെ എത്തിയോ? നേരത്തെ ഒന്നുമല്ല ടീച്ചർ, കുട്ടികളെ മുഴുവൻ കയറ്റി വരുമ്പോഴത്തേക്കും കറക്റ്റ് ടൈം ആവും. ആന്റി ഇത് നോക്കിക്കേ, പുതിയ വാട്ടർ ബോട്ടിൽ. ഞാള് തലശ്ശേരിയിലെ ഡൗൺ ടൗൺ മോളിൽ പോയപ്പോ വാങ്ങിയതാ. അമ്പോ അടിപൊളി. പോവാം. ശരി, ബൈ മമ്മി. ബൈ ബൈ. ഞാൻ കുട്ടികളുടെ അമ്മമാരോട് പറഞ്ഞു ഇനി സ്ഥിരം രാധിക വരികയെന്ന്. എല്ലാരും ഹാപ്പിയാ. സജീവ, നീ എവിടെയാ പോണേ? താലിബാനിലേക്ക്. എന്തിന്? ആരാത് കാണാനില്ലല്ലോ. ദിവ്യമോൾക്ക് ഇപ്പൊ ഓട്ടത്തോടോട്ടാ, മായിക്കാർക്ക് എല്ലാം ഇപ്പൊ പെണ്ണോട്ടോ മതി. നീ വെറുതെ പബ്ജി കളിച്ചിരിക്കാണ്ട് ഭാര്യ പോയി 2 വീശ്, എന്നിട്ട് പോയി റെസ്റ്റ് എടുക്ക്. അതിനൊന്നും ഓനക്കൊണ്ട് ആ കേറിക്കോ. ചെല്ലി. അവന് മൊബൈലൊന്നും കൊടുക്കല്ലേ, അവൻ പരിപ്പെടുക്കും അതിന്റെ. എന്നാ ശരി, കാണാം. ആ ശരി. നോക്കടാ, പോയി വാ. എങ്ങോട്ടാ? സ്റ്റേഷനിലേക്കാ. കയറിക്കോ കയറിക്കോ. നിർത്തി. എവിടെയാ പോണ്ടേ? അത് പിന്നെ ചോദിക്കാറുണ്ടോ? റീജൻ ബാറിൽ കേറിക്കോ. ഈടെയും പെണ്ണുങ്ങൾ ഓട്ടോ ഓടിക്കാൻ തുടങ്ങിയാ. അതെന്താ പെണ്ണുങ്ങൾ ഓട്ടോ ഓടിച്ചോ? എന്നും വൈകിട്ട് പരിമളം ഭാഗവതിയെ തൊഴുത് റീജന്റ് ബാർക്ക് 2 വീശിയില്ലെങ്കിൽ മനസ്സിന് ഒരു സുഖവും ഇല്ല. കിടന്നാ ഉറക്കം വരില്ല. എന്ത് വേണം? 40 ഉറുപ്പ്യ. 40 ഉറുപ്പ്യ? ഞാൻ നിങ്ങളുടെ ആട്ടോ ഓടിച്ച ദുബായി. നിങ്ങൾ പൈസ എടുക്ക്, എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട്. പരിമളത്തിന് അടുത്തേക്ക് വരാൻ ഞാൻ സാധാരണ കൊടുക്കുന്ന 25 ഉറുപ്പ്യാണ്. ഓ, പെണ്ണോട്ടോക്ക് സ്പെഷ്യൽ റേറ്റ് ആയിരിക്കും. പെണ്ണുങ്ങ പറയുന്ന പൈസ കൊടുക്കാൻ ഇവിടെ കുറെ കോന്തന്മാരും ഉണ്ടല്ലോ. ഇതാ പിടിച്ചോ ഇതിന്റെ പൈസ. ചേച്ചി അങ്ങോട്ട് പോട്ടെ, അങ്ങോട്ട് പോട്ടെ, പോട്ടെ പോട്ടെ പോട്ടെ. പോട്ടെ പോട്ടെ പോട്ടെ.
ഒന്ന് ചാലക്കര പോണം. കയറിക്കോ. ഇന്ന് ഇഞ്ഞിടെ വന്നില്ലല്ലോ. നല്ല ഓട്ടം അല്ലേ? കുഴപ്പമില്ല, അങ്ങനെ പോകുന്നു. കണ്ടില്ല ഒരാൾ ഇവിടെ റെസ്റ്റ് എടുക്കുന്നത്. രാവിലെ അവനുള്ള ഇരിപ്പാ. സ്വന്തമായിട്ട് ഓട്ടോ ഇല്ലാത്ത ഓട്ടോക്കാരൻ. ഞാനെന്താ അവിടെ മാമാൻ കാണാൻ നിൽക്കുക? നിങ്ങളുടെ മുഖത്ത് എന്താ കണ്ണില്ലേ? എൻ്റെ ഉഴ അത് ഇങ്ങോട്ട് വരി. അത് ശരി. ഇഷ്ടമുള്ളത് എഴുതാൻ പാടില്ല, ഇഷ്ടമുള്ളത് തിന്നാൻ പാടില്ല, ഇഷ്ടമുള്ള ഓട്ടോയിൽ കയറാനും പാടില്ല. പാടില്ല. കാണാൻ കൊള്ളാമെന്ന് പെമ്പിള്ളേരൊന്ന് പല്ല് കാട്ടിച്ചിരിച്ച ഓരോരുത്തന്മാരുടെ വായിൽ വെള്ളം ഊറും. ബൈ.